കേരള സമ്പർക്രാന്തി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ നമ്മൾ ട്രിവാൻഡ്രം നോർത്ത് നിന്നും ചണ്ഡീഗഡിലേക്ക് ഒരു N20 യാത്ര നടത്തുവാണ്. അതിൻ്റെ അവസാന ഭാഗം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പനവേൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പനവേലിൽ നിന്നും ചണ്ഡീഗഡ് വരെയുള്ള യാത്രയാണ് ഈ വീഡിയോ കാണാൻ പോകുന്നത്. വണ്ടി വലിയ ഡിലേ ഒന്നുമില്ല, ഒരു അരമണിക്കൂർ അടുപ്പിച്ച് ഡിലേ മാത്രമേ ഉള്ളൂ, 20 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ. അറിയാമല്ലോ, സമ്പർക്രാന്തി അങ്ങനെ ഡിലേ ആവുന്ന കുറവാണ്. നല്ല കിടലൻ ഹൈ പ്രയോറിറ്റി വണ്ടിയാണ്. ഇതിൽ ഫുഡും നല്ലതാണ് കേട്ടോ. ഇന്നലെ രാത്രി കഴിഞ്ഞ വീട്ടിൽ രാത്രിയിലെ ഭക്ഷണം കാണിച്ചായിരുന്നു, നല്ല ഫുഡാണ് ഇതിൽ. അപ്പോൾ നമ്മൾ HA1 അതായത് ഫസ്റ്റ് AC ക്കും സെക്കൻഡ് AC കോച്ചിലാണ് യാത്ര ചെയ്യുന്നത്. സെക്കൻഡ് AC-യിലാണ് എൻ്റെ സീറ്റുള്ളത്. അപ്പോൾ അതാണ് പനവേൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയാണ് ഫുള്ള്, മഴയൊക്കെ തോർന്ന് ഇപ്പം റെഡി ആയിട്ടിരിക്കുകയാണ്. ചൂടൊന്നുമില്ല, നല്ല കിടലൻ ക്ലൈമറ്റാണ്. അപ്പോൾ KSKയുടെ ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുവാ അല്ലേ, എത്ര ലൈനല്ലേ, ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട്, ഒരെണ്ണം വളഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട്, എന്തുവാ ഇവിടെ. പിന്നെ ഗുഡ്സിൻ്റെ കളിയാണ് ഫുള്ള്. അപ്പുറത്ത് ഒരു വണ്ടി പാരലായിട്ട് വന്ന് കയറുന്നുണ്ടോ, അതാണ് പ്രഗതി എക്സ്പ്രസ്. നമ്മൾ ആ വണ്ടിക്ക് പോയിട്ടുണ്ട്. അത് പൂനെന്ന് മുംബൈ വരെ പോകുന്നൊരു വണ്ടിയാണ്. അത് മറ്റേ പൂനെ എറണാകുളം വരുന്ന വഴി, ആ വഴി വരുന്നതാണ്. അത് 1 മണിക്കൂർ പ്ലസ് എന്തോ ലേറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വണ്ടിയെ വിട്ടിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. രണ്ടും ഒരേ റൂട്ടാണല്ലോ. പക്ഷേ അത് ദിവയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പൂനെ ഭാഗത്തേക്ക് പോകും, നമ്മൾ റൈറ്റ് എടുത്തിട്ട് വസായി റോഡ് ഭാഗത്തേക്ക് പോകും. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. നമ്മുടെ ഈ യാത്രയുടെ ചിലവ് എത്രയെന്നറിയോ? 4720 രൂപയാണ് ഈ സെക്കൻഡ് AC-യിൽ എനിക്ക് പോകാനായത്, ട്രിവാൻഡ്രം നോർത്ത് ടു ചണ്ഡീഗഡ്. ഇവിടെ ക്രൂ ചേഞ്ച് ഒന്നുമില്ല കേട്ടോ. ഇവിടെ ആകെ 3 മിനിറ്റ് സ്റ്റോപ്പേ ഉള്ളൂ. രോഹേന്ന് കയറിയ ക്രൂ ആണ്. അവർ ഒന്നെങ്കിൽ വസായിയൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ഗുഡ്സ് നമുക്ക് ഈ പനവേലൊന്ന് കാണാൻ പറ്റും. കോൺകോറിൻ്റെ ഗുഡ്സ് എടുക്കുന്നുണ്ടോ. ഇനി നമ്മുടെ വണ്ടിക്ക് ഇവിടെ നിന്ന് വിട്ടാൽ ഡൽഹി വരെ ഉള്ള സ്റ്റോപ്പുകൾ വസായി റോഡ്, സൂറത്ത്, വഡോദര, രത്ലം, കോട്ട, ഈ 5 സ്റ്റോപ്പുള്ളൂ ഡൽഹി വരെ. അടിച്ച് പിന്നിച്ചായിരിക്കും പോകുന്നത്. ഡൽഹി നമ്മൾ വെളുപ്പിന് 5:30 ആകുമ്പോൾ എത്തും കേട്ടോ. ഓൺ ടൈം എത്തുമായിരിക്കും. കാരണം ഇനി ഡിലേ ആവാൻ ചാൻസ് ഒന്നുമില്ല. ഇനി അടിച്ചിട്ട് പൊക്കോളും. 130 സ്ട്രെച്ചാണ്, ഫുള്ള് പറപ്പിക്കലായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം ദണ്ട് പ്രഗതി കയറി പോകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ വണ്ടിയില്ലേ പ്രഗതി എക്സ്പ്രസ്, അത് കണ്ട് കയറി പോവാണ്. അത് കയറിപ്പോയിട്ടേ നമ്മൾ പോകത്തുള്ളൂ. എവിടെ പോയാലും, അതായത് ഇന്ത്യയിൽ എവിടെ പോയാലും കമ്മ്യൂട്ടർ വണ്ടികൾക്കാണ് പ്രയോറിറ്റി ദാൻ ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസ്. ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസിന് അത്രയും പ്രയോറിറ്റി കിട്ടത്തില്ലേ കമ്മ്യൂട്ടർ വണ്ടികൾ വന്നാൽ. അതും ഈ നമ്മുടെ നാട്ടിൽ വേണാട് പോലത്തെ വണ്ടികൾ അങ്ങനെയൊക്കെ വന്നാൽ ഈ ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾക്കൊക്കെ പട്ടി വിലയാണ്. അത് എപ്പോഴും അങ്ങനെയാണ്. എവിടെ പോയാലും നമ്മൾ ഈ പ്രയോറിറ്റി വൈസ് പറയുമ്പോൾ പറയും സൂപ്പർ ഫാസ്റ്റാണ് പ്രയോറിറ്റി എന്നൊക്കെ പറയും. പക്ഷേ കമ്മ്യൂട്ടർ വണ്ടികൾക്കാണ്, അതായത് ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ വണ്ടികൾക്കാണ് ഏറ്റവും പ്രയോറിറ്റി കിട്ടുന്നത് എവിടെ പോയാലും. ഞാനിവിടെ പനവേൽ സ്റ്റേഷൻ നിൽക്കാൻ നേരത്ത് സാധാരണ നമ്മുടെ ഇവിടുത്തെ മലയാളി ഫുഡ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്യണം. ഇവിടെ അങ്ങനെ കൊണ്ടുവരുന്ന കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു ചേട്ടൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു, നാടൻ മീൻകറി ഊണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചേട്ടൻ ഏതാണ്ട് ഒരു ഊണ് വാങ്ങിച്ചിട്ടുണ്ട്. മീൻകറി ഉണ്ടെന്ന് പറയുന്നത് 100 രൂപ ഉള്ളൂ. നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് നല്ല അടിപൊളി മലയാളി ഫുഡ് കഴിക്കാം. ഇതിനകത്തെ ഫുഡ് നല്ലതല്ലെന്നല്ല, എന്തായാലും ഇത് കണ്ടപ്പോൾ എന്തായാലും വാങ്ങാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്തിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മുടെ KSK അങ്ങനെ തേണ്ട ആ ദിവാ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത്, ദിവാ ജംഗ്ഷൻ കണ്ട ആ ബൈപ്പാസ് വഴി റൈറ്റ് എടുത്ത് ഇതേണ്ട മറ്റേ വസായി റോഡ് ലൈനിൽ കയറാൻ പോവാണ്. ഇതാണ് പൂനെക്ക് പോകുന്ന ലൈൻ. ഇപ്പോൾ ഈ ലൈനിൽ കൂടെ അധികം വണ്ടികളൊന്നും ഓടുന്നില്ല. കാരണം ഗാർഡ് സെക്ഷനിൽ ബോർഗാർഡ്സിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ കാരണം കുറേ വണ്ടിക്ക് ക്യാൻസലാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടികളൊക്കെ കുറവാണ്. മെയിൻലി ഉണ്ടെങ്കിൽ തന്നെയും വണ്ടി ഡിലേ ആണ്, കാരണം അത് റെഡി ആയിട്ടില്ല ഇതിനായിട്ടും.
ഈ ഒരു ബൈപ്പാസ് റൂട്ടിൽ കയറിയില്ല, ഇത്രയ്ക്ക് അടിച്ചുവിട്ട് പോകാറില്ല. പക്ഷേ ഇന്ന് അടിച്ചുവിട്ടാണ് പോകുന്നത്, എങ്ങും ചവിട്ടുന്നൊന്നുമില്ല. ഈ ഒരു റൂട്ട് ഇങ്ങനെ മുംബൈക്ക് ഇങ്ങനെ വലം വെച്ച് പോകുന്ന റൂട്ടാണ്. അങ്ങനെ മാപ്പിൽ നിന്നൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെ പൻവേലെത്തിയിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് വസായി ചെല്ലുന്ന റൂട്ടാണ്. അപ്പോൾ ഇത് ഇന്ന് എനിക്കൊന്ന് ഗുഡ്സ് ട്രാഫിക് കുറവെന്ന് തോന്നുന്നു. അങ്ങനെ ഗുഡ്സ് മുന്നിൽ വന്ന് അല്ലെങ്കിൽ ഗുഡ്സ് മെയിൻ ലൈനിൽ കിടന്ന് ലൂപ്പ് വഴി ഓവർടേക്ക് ചെയ്ത് പോകുന്ന പരിപാടിയൊന്നും ഇന്നങ്ങനെ കണ്ടില്ല. നമ്മുടെ വണ്ടി ഓടി ഇപ്പം നേരത്തെ ആയതുകൊണ്ടെന്ന് അറിയത്തില്ല, കമൻ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടു. ഫ്രണ്ടിൽ വണ്ടിയൊന്നുമില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഗുഡ്സ് എന്തെങ്കിലും കാണും. 12:30 വസായി റോഡ് കയറിയാൽ മതി. ഇപ്പോൾ 12 മണി ആയതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഷാക്കിൽ 10 കിലോമീറ്റർ ഉള്ള വസായി റോഡിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോറ് കേട്ടോ, മീൽസ്. അപ്പോൾ ഇതിനകത്ത് ചോറ് വെള്ളരി ചോറാണ്, പിന്നെ കറികൾ സാമ്പാറുണ്ട്, പിന്നെ ഇത് ഒരു അച്ചാറുണ്ട്, പിന്നെ ഇത് മീൻ കറിയാണെന്ന് തോന്നുന്നു, പിന്നെ ചെറിയൊരു തോരനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് 100 രൂപയുടെ മീൽസിലുള്ളത്. ഞാൻ എല്ലാം കൂടി കൂട്ടി ഇളക്കിയത് കണ്ട് ഒരു മീനിൻ്റെ ഒരു പകുതി കഷ്ണമുണ്ട്. പക്ഷേ 100 രൂപയ്ക്ക് ലാഭം കേട്ടോ. കഴിച്ചോക്കട്ടെ. മീൻ നല്ല കൊള്ളാം, നോർമൽ വേണം, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ 10 മിനിറ്റ് ബിഫോർ ടൈം അടിച്ച് വസായി റോഡിൽ കയറുകയാണ്. 12:35 സമയം. ഇപ്പോൾ 12:25 കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ നേരത്തെയാണ്. എന്തായാലും കൊള്ളാം കേട്ടോ. ഒരു 2 ആഴ്ച മുമ്പ് വരെ ഈ ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഭാഗമൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു ട്രാക്കിൽ. അതുകൊണ്ടാണ് അന്ന് ട്രെയിനൊക്കെ കുറേ ഡൈവേർട്ടാക്കി വിട്ടത്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡാണേ. അങ്ങനെ നമ്മൾ വസായി റോഡിൽ കയറി. ഇനി നമ്മുടെ വണ്ടി ഫുൾ ഇടിയും പൊക്കെയായിരിക്കും. 130 km/h ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ കൊടുകൊടുകൊടുകൊടുകൊടുന്നും പറഞ്ഞുകൊണ്ട് അടിച്ചു വിട്ട് പോകും. നമ്മുടെ KSK 12:40 വസായി റോഡിൽ നിന്ന് വിടുന്നത്. എയർലി അടിച്ചു വന്ന് കിടക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് വിട്ടാൽ 2 മണിക്കൂർ 50 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് സൂറത്തിലാണ്. 3:30 ആകുമ്പോൾ എത്തും. നമ്മളങ്ങനെ വസായി റോഡിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറകിൽ ശരിക്കും 2 വണ്ടിയുണ്ട്. ഒരെണ്ണം ബർമീർ യശ്വന്ത്പൂർ AC-യും പിന്നെ ഒരു മുംബൈ ഡൽഹി സരിദോഗിലെ ഗരീബ് രഥും. അപ്പോൾ ഈ 2 വണ്ടികളാണ് നമ്മളെക്കാട്ടും മുന്നേ സൂറത്ത് എത്തേണ്ടത്. അപ്പോൾ അതിനെ കയറ്റി വിടോ ഇല്ലെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. ഇതുണ്ട് ഗുഡ്സിൻ്റെ കൂടെ ഒരു P4 ലിഫ്റ്റ് അടിച്ച് പോകുന്നു. അതുള്ളല്ലോ പരിപാടി. കറണ്ട് ലാഭിക്കല്ലേ, കറണ്ട്. ഇനി മുതൽ ഹൈ സ്പീഡ് ആക്ഷനാണ് കേസ്. ഇനി അടിച്ചു വിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പുറയുള്ള 2 വണ്ടി കയറി പോകുന്ന അറിയത്തില്ല, നോക്കാം. നമ്മളങ്ങനെ 130 പറപ്പിക്കൽ തുടങ്ങിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, ഇത്യാദി പോക്ക്. ഇനി ഫുള്ള് ഇത് തന്നെയാണ്. മുന്നിൽ പുറയില്ല കുറേ വണ്ടികളുണ്ട്. പക്ഷേ ഇവിടെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആയതുകൊണ്ട് എല്ലാം മാല വരെ പൊക്കോളും. ഓവർടേക്ക് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഭാഗത്തെല്ലാം മഴയാണ്. നമ്മൾ ഗുജറാത്തിലെ വാബി സ്കിപ്പ് അടിക്കുകയാണ്. നമുക്ക് നല്ല കിടിലം മഴയാണ്. മഴ കാരണം വേറെ പ്രശ്നമൊന്നും വരാമെന്ന് മതി. അങ്ങനെ മഴയാണ് ഇനി ഫുൾ അങ്ങോട്ട്. വാബി സ്റ്റേഷൻ 130 സ്കിപ്പ് അടിക്കുകയാണ്. ഒന്നും കാണുന്ന പോലില്ല. നോക്ക്, എൻ്റെ ദൈവമേ. വണ്ടി ഇപ്പോൾ ഓൺ ടൈം കേട്ടോ, പക്ക ഓൺ ടൈം. നമ്മളവിടെ മൺസൂണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മഴയില്ലൊരു കുന്തവുമില്ല. മഴയില്ലെന്ന് വേണ്ടി ഗുജറാത്ത് മഹാരാഷ്ട്ര ഭാഗത്താണ്. എന്തോ കോമഡി കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ചണ്ഡീഗഡൊക്കെ യെല്ലോ അലേർട്ട് എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചേക്കണേ. എന്തൊക്കെയാണോ എന്തോ. നമ്മുടെ KSK അങ്ങനെ സൂറത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ഓൺ ടൈമാണ്. നല്ല വീഡിയോയിലായിരുന്നു വിട്ടത്. വരുന്ന വഴിക്ക് ഏതൊക്കെ സ്പെഷ്യൽ ട്രെയിനൊക്കെ ഓവർടേക്ക് അടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ സൂറത്ത് എത്തുകയാണ്. ഇപ്പോൾ സമയം 3:20 കേട്ടോ. 3:26 ശരിക്കുള്ള ടൈം. നമ്മൾ കുറച്ച് നേരത്തെ കയറുക.
ഇവിടെ വമ്പൻ പണി നടക്കുക, മറ്റേ ഡെവലപ്മെൻറ്റേ. നമുക്ക് വമ്പൻ പണിയാണ്. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അടിച്ചു വിട്ടും കയറി കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മളൊന്ന് കയറിയേ. ഇനി മുതൽ എല്ലാ സ്റ്റേഷനിലും ഇതേപോലെ നല്ല ആളായിരിക്കും. നമ്മൾ ഇത്ര നേരം പൻവേൽ വരെ വന്നപ്പോൾ വലിയ ശല്യമൊന്നുമില്ലായിരുന്നു. ഇനിയിപ്പം നമ്മുടെ സാധനങ്ങളും സൂക്ഷിക്കണം, എല്ലാം സൂക്ഷിക്കണം. കാരണം ഇനി അങ്ങനെയാണ് ഡൽഹി വരെ. ഞാൻ ധൈര്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത് മലയാളി ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്ക് അറിയാവുന്ന മീൻസ് പരിചയപ്പെട്ടവർ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതുമല്ല ഫസ്റ്റ് എ സി കം സെക്കൻഡ് എ സി ആയതുകൊണ്ട് അതിനകത്ത് എപ്പോഴും ടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. നമ്മൾ സൂറത്ത് വന്ന് കിടക്കുകയാണെങ്കിൽ ബിഫോർ ടൈം ആയതുകൊണ്ട് ഇനി ഓൺ ടൈമിനെ എടുക്കത്തുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വൈകിട്ട് 5 മണിക്കാണ് വഡോദര ജംഗ്ഷൻ. അവിടെ മിക്കവാറും ക്രൂ ചേഞ്ച് കാണും, കാരണം അവർ ക്രൂ ചേഞ്ചിങ് പോയിൻ്റ് അത് വഡോദര. നമ്മളിനി കുറേ ദൂരം ഇനി വെസ്റ്റേൺ റെയിൽവേയിലായിരിക്കും. വെസ്റ്റേൺ റെയിൽവേ ആണിത്. അപ്പോൾ വെസ്റ്റേൺ റെയിൽവേ കൂടെ ആണ് നമ്മളിനി കുറേ ദൂരം പോകുന്നത്. ഇവിടെ കോച്ച് ഡിപ്പൊക്കെ ഉണ്ട്, ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടികളൊക്കെ ഉണ്ട് സൂറത്ത് നിന്ന്. അപ്പോൾ ആ കോച്ച് ഡിപ്പാണ് ഈ കാണുന്നത്. കുറേ നേരമായിട്ട് നമ്മുടെ KSK ഈ സ്പീഡിലാണ് പോകുന്നത് ആഫ്റ്റർ സൂറത്ത്. എന്താണെന്നൊരു പിടിയില്ല. ഇനി തൊട്ട് മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു പിടിയില്ല. എന്താണ് ഈ ഒരു സ്പീഡിലാണ് പോകുന്നത്. വെയിലെന്ന് പറഞ്ഞ സാധനമല്ല കേട്ടോ, ഫുള്ളിങ്ങനെ മൂടി നിൽക്കുകയാണ്. മഴ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കുക മഴ. ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ ഉണ്ടല്ലോ, DFC, അതാണ് അപ്പുറത്ത് കാണുന്നത്. എന്നിട്ട് മറ്റേ പാൻറ്റൊക്കെ വെച്ചോണ്ട് പോകുന്നുണ്ടോ? ഈ പാൻറ്റോടെ ഹൈറ്റ് ചോദിക്കേ. പക്ഷെ ഡബിൾ സ്റ്റാക്കൊന്നും ഇതിലായിട്ട് കണ്ടൊന്നുമില്ല നമ്മൾ. നോക്കാം. ഇത് ഫ്ലാറ്റ് പെട്ടോ ഒന്നുമില്ല, ചുമ്മാ കാര്യം ഇടിച്ചു പോവാ. അങ്കലേശ്വറിന് മുമ്പുള്ള ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് ദാദറിൽ നിന്നും പോർബന്ദർ വരെ പോകുന്ന സൗരാഷ്ട്ര എക്സ്പ്രസ് എന്ന വണ്ടിയുണ്ട്. അതിനെയാണ് നമ്മളിപ്പോൾ ഓവർടേക്ക് അടിച്ചത് നമ്മുടെ സമ്പർക്ക നദി. നല്ല മഴ. ഇപ്പോൾ കണ്ട് വീണ്ടും മഴ തുടങ്ങി. ഇപ്പോൾ വണ്ടി സ്പീഡ് എടുക്കാനും തുടങ്ങി. നമ്മളിപ്പോൾ പൊരിഞ്ഞ മഴയത്ത് നമ്മൾ കടന്നത് നിറഞ്ഞു കവിഞ്ഞ നർമ്മദ നദിയാണ്. നർമ്മദ നദി കിടക്കാൻ നേരത്ത് നമ്മൾ കണ്ടത് ഹരിദ്വാർ ബാന്ദ്ര ടെർമിനസ് എക്സ്പ്രസ് എന്ന ട്രെയിനാണ്. നമ്മൾ ആ വണ്ടിക്ക് ഒരെണ്ണം കയറിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ അറിയത്തില്ല. നമ്മളന്ന് ബിലിമോര ടോയ് ട്രെയിനൊക്കെ പോയിട്ട് തിരിച്ച് മുംബൈ വരാൻ വണ്ടിക്കാണ്. അപ്പോൾ ആ വണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തത് ബറൂച്ച് ജംഗ്ഷൻ എന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ബറൂച്ച് സ്കിപ്പ് ചെയ്യുന്ന നേരത്ത് അവിടെ ഒരു വണ്ടി കയറുന്നുണ്ടായിരുന്നല്ലോ, അത് ദാഹോദിൽ നിന്ന് വൽസാദ് പോകുന്നൊരു ഇൻ്റർസിറ്റിയാണ്. അപ്പോൾ എല്ലാ വണ്ടിയും LHP ആണ്. നേരത്തെ കണ്ട സൗരാഷ്ട്ര മാത്രമാണ് ICF ഉണ്ടായിരുന്നത്, ബാക്കി എല്ലാം LHP WP7 കോംബോയാണ്. പുറത്ത് നല്ല കിടിലം മഴ, അകത്ത് അതിലും തണുപ്പ്, സൈഡിൽ ഓവർ. എൻ്റെ ദൈവമേ, ഇതിലും വലിയ കോംബോ വേറെ ഇല്ല. നോക്ക്, അടിപൊളിയല്ലേ. ഇത്രയ്ക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബെർത്ത് വേറെ ഇല്ല നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ, അറിയോ? ഇത്രയ്ക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ വേറെ ബെർത്തില്ല. അടിപൊളി ഇത്യാദി പ്രൈവസി കർട്ടണ്, സൈഡ് ലോറ്, മഴ പുറത്ത്. ഞാൻ ലോങ് യാത്രകളിൽ സൈഡ് ലോറ് കിട്ടിയില്ല, പോകത്തില്ല.
എനിക്കങ്ങനെയാണ്. സൈഡ് ഡോർ എങ്ങനെ ഒപ്പിച്ചെടുക്കും. സൈഡ് ഡോർ ആദ്യം കൊടുത്ത് കിട്ടിയില്ല, രണ്ടാമത് വീണ്ടും ബുക്ക് ചെയ്യും. എനിക്കങ്ങനെ, അല്ലെങ്കിൽ വേറെ ബർത്ത് ഒന്നും ഒരിക്കലും പറ്റത്തില്ല. അത്രയ്ക്ക് നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ വേറെ ബർത്ത് എടുക്കാറുള്ളൂ. നമ്മുടെ KSK അങ്ങനെ വഡോദര ജംഗ്ഷനിലേക്ക് ഇപ്പോൾ കയറും. അതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള വിശ്വാമിത്രി സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് അടുപ്പിച്ച് ലേറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതുപോലെ തന്നെ മഴയാണ്. ഏരിയ മൊത്തം മഴയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം മഴയാണെന്ന് തോന്നുന്നു ഫുള്ള്. ഇപ്പോൾ ആ KR പുരത്തിൻ്റെ പീസോനായിട്ട് പോയത് ഗാന്ധിധാം ബംഗളൂരു സൂപ്പർ ഫാസ്റ്റാണേ. അപ്പോൾ അത് ഡിപ്പട്ടായി പോയി. നമ്മളിവിടെ ഔട്ടറിലും കണ്ട് പിടിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം വഡോദര അത്യാവശ്യം മെയിൻ ഒരു PCS സ്റ്റേഷനാണ്. നമ്മളിവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് കോട്ട റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരെ പോയാൽ അഹമ്മദാബാദ് റൂട്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് റൈറ്റ് എടുത്ത് കോട്ട ഭാഗത്തേക്ക് പോകും. അപ്പോൾ ഈ 5 മണിയുടെ സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ രാത്രി 8:45 അടുത്ത സ്റ്റോപ്പ് രത്ലം. വഡോദരയിൽ നിന്ന് വത്സാദ് പോകുന്നൊരു ഇൻട്രസ്റ്റിയാണ് വരുന്നത്. നല്ല കിടിലും ഫ്രഷ് ഒരു പീസ് വന്നു. എനിക്ക് തിളങ്ങുന്നത് മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയത്തില്ല, അതിതാ. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ പില്ലറൊക്കെയാണ് കാണുന്നത്. ചിലയിടത്തൊക്കെ മറ്റേ പില്ലറും കഴിഞ്ഞ് ബാക്കി പണികളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇവിടെ എവിടേക്കോ ചില പണികളൊക്കെ ഇനിയും നടക്കാനുണ്ട് കേട്ടോ. ഇതുണ്ടോ, ട്രാക്കിന് മുകളിൽ കൂടെയാണ് അതും പോകുന്നത് ചില ഭാഗത്തൂടൊക്കെ. ഇങ്ങനെ നമ്മൾ വഡോദര ജംഗ്ഷനിൽ കയറി. ഇവിടെ ഒരു 8 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ക്രൂ ചേഞ്ച് ഉണ്ടാവും ഇവിടെ. ക്രൂ ചേഞ്ച് ഉണ്ട് ഇവിടെ. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം ആട്ടോ. അതുകൊണ്ട് വേഗം നല്ല സ്പീഡിലാണ് ഒന്ന് അടിച്ച് കയറിയത്. അപ്പോൾ ഇപ്പോൾ മിക്കവാറും നമ്മുടെ ട്രിവാൻഡ്രം രാജധാനി നമുക്ക് കാണാൻ പറ്റും. അത് തൊട്ട് പുറകിലുണ്ട്, ഈ ഗുഡ്സിൻ്റെ പുറകിൽ നിസാമുദ്ദീൻ ട്രിവാൻഡ്രം രാജധാനി. അപ്പോൾ അതിപ്പോൾ കാണാൻ പറ്റും. രാജധാനിക്ക് മുന്നേതായിട്ട് നമ്മുടെ ഭാവനഗർ കൊച്ചുവേളി വരുന്നുണ്ട് കേട്ടോ. അത് വന്നിട്ടാണ് രാജധാനി വരുന്നത്. അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവിടെ, ഭാവനഗർ ട്രിവാൻഡ്രം നോർത്ത് വരുന്നെന്നും പറഞ്ഞുകൊണ്ട്. അമൂലിൻ്റെ പരസ്യം ഒട്ടിച്ച വഡോദരയുടെ ഒരു P5 ആയിട്ടാണ് നമ്മുടെ ഭാവനഗർ കൊച്ചുവേളി ഇവിടെ വരുന്നത്. നല്ല തിരക്കം വെക്കും ജനറലൊക്കെ. ഇതാണ് നമ്മുടെ ഭാവനഗർ ട്രിവാൻഡ്രം നോർത്ത് എക്സ്പ്രസ്. ഈ വഡോദരയിൽ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പേ. എൻ്റെ മൂത്ത വല്യച്ഛനുണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേട്ടൻ, അപ്പോൾ വല്യച്ഛനുണ്ടായിരുന്നു ഇവിടെ പണ്ട്. അപ്പോൾ വല്യച്ഛന് ഇവിടെ ബിസിനസ്സായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവരുടെ ബിസിനസ് നടത്തുന്ന വല്യച്ഛൻ്റെ മക്കളാണ്, 2 പേരുണ്ട്. അപ്പോൾ വല്യച്ഛൻ പണ്ടേ ഇവിടെ വന്ന് സെറ്റിലായതാണ്. വല്യച്ഛൻ കുറച്ച് വർഷമായി മരിച്ചു പോയിട്ട്. അപ്പോൾ വല്യച്ഛനുണ്ടായിരുന്നപ്പോൾ ഒക്കെ ഞങ്ങളൊരു 1-2 തവണ ട്രെയിൻ വന്നിട്ടുണ്ട്. അത് വന്നത് മറ്റേ തിരുനെൽവേലി ജാംനഗറിനൊക്കെ ആയിരുന്നു പണ്ട്, ഞാൻ 5ാം ക്ലാസ് കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ ഇനി വിടുന്ന വണ്ടി ഇനി നിർത്തുന്നത് രാത്രി 8:45 രത്ലം ജംഗ്ഷനിൽ. അപ്പോൾ രത്ലം വരെ നോൺ സ്റ്റോപ്പാണ് നമ്മുടെ വണ്ടി. ഇനി ഫുള്ള് അടിച്ചു പറത്തി പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നേ. പിന്നെ TT-മാർ മാറിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മുടെ ട്രിവാൻഡ്രം രാജധാനി ഇതേണ്ട അവിടെ കിടപ്പുണ്ട്. ഭാവനഗർ അതിനെ തേച്ച് വിട്ടു. ഭാവനഗറാണ് ആദ്യം സ്റ്റേഷനിൽ കയറിയത്.
അപ്പോൾ കോട്ട ലൈനിൽ നിന്ന് വരുന്ന ട്രിവാൻഡ്രം രാജധാനിയിൽ നിന്നുള്ള സിഗ്നൽ അടക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. നമ്മൾ കണ്ട് റൈറ്റിലേക്ക് കയറുകയാണ്. നമ്മളിനി ഈ ലൈനിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ട്രിവാൻഡ്രം രാജധാനി ബിഫോർ ടൈം അടിച്ച് വന്ന് കിടക്കണം കേട്ടോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിനെ കയറ്റി വിട്ടത്. അപ്പോൾ ട്രിവാൻഡ്രം രാജധാനി വേഴ്സസ് സമ്പർക്ക് ക്രാന്തി, കേരള സമ്പർക്ക് ക്രാന്തി. എനിക്കൊന്ന് വഡോദരയിലെ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ തന്നെ ഇവിടെ തോന്നുന്നു കേട്ടോ. ഇവിടെ സ്റ്റേഷനൊക്കെ പണിയുന്നുണ്ടോ നമുക്ക്? ഇതോ വലിയ ബിൽഡിംഗ് ആണെന്ന് ചോദിക്കാം, അങ്ങോട്ട് കുറേ ഉണ്ട്. ഒരു 22 മിനിറ്റ് ലേറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ KSK. അത് മെയിൻ സ്റ്റേഷനൊക്കെ എത്തുമ്പോഴേക്കും ഓൺ ടൈം ആയിക്കോളും. നോർമൽ ഡിലേ മാത്രമേ ഉള്ളൂ. ബറോഡ കഴിഞ്ഞപ്പോഴേക്കും നല്ല കീട്ടില മഴ വീണ്ടും നോക്കൂ എത്തുമേ. പക്ഷേ ട്രെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. ഭയങ്കര മഴ, ഒന്നും കാണുന്നില്ല പുറത്ത്. ഏതോ വണ്ടിയൊക്കെ കയറി ഓവർടേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. ഏതോ IC വണ്ടിയാണ്, നോക്ക് ഏതാണെന്ന് പിടികിട്ടുന്നില്ല. നോക്കിയിട്ട് പറയാം ഏതാണെന്ന്. ദീനേനല്ലോ കപ്പയിലും സ്പെഷ്യലായിരിക്കും. അതൊരു സ്പെഷ്യലായിരുന്നു. മുംബൈ സെൻട്രലിൽ നിന്ന് ഭിവാനി എന്ന സ്ഥലമുണ്ട്, ഹരിയാനയിലാണെന്ന് തോന്നുന്നു. അവിടം വരെ പോകുന്നൊരു സ്പെഷ്യലിനെയാണ് നമ്മൾ ഓവർടേക്കടിച്ചത്. ഇപ്പോൾ നിങ്ങൾ കണ്ട സ്റ്റേഷനാണ് ഗോദ്ര ജംഗ്ഷൻ. എല്ലാവർക്കും അറിയാതിരിക്കില്ല, ഗോദ്രയിൽ ഒരു ട്രെയിൻ കത്തിച്ചായിരുന്നു പണ്ട് 2002 ഫെബ്രുവരിയിൽ, സബർമതി എക്സ്പ്രസ് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കത്തിക്കാനുണ്ടായിരുന്ന റീസണും സംഭവങ്ങളൊക്കെ ഒരു വിവാദമാണ്. ഞാൻ പറഞ്ഞത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാതിരിക്കുക സംഭവം. അപ്പോൾ അത് ആ ഒരു സംഭവം നടന്ന ഒരു സ്റ്റേഷനാണ് ഈ ഗോദ്ര ജംഗ്ഷൻ. സംഭവം എന്ന് വെച്ചാൽ അന്ന് ഏകദേശം 60ഓളം വരുന്ന തീർത്ഥാടകരെ ഈ ഗോദ്ര ജംഗ്ഷനിൽ ഈ സബർമതി എക്സ്പ്രസിൻ്റെ S6 കോച്ചിൽ തീ വെച്ച് ഇവരെല്ലാവരും മരിച്ചുപോയി. അപ്പോൾ അതാണ് ശരിക്കും ഈ ഗോദ്ര ജംഗ്ഷനിൽ നടന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത്. 2002 ഫെബ്രുവരിയിലാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ലാസ്റ്റ് എനിക്കിട്ട് തെറിയേക്കും. തീ വെച്ചതാണെന്നും പറയുന്നുണ്ട്, അല്ലാണ്ട് തീ പിടിച്ചതാണെന്നും പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയത്തില്ല സംഭവം. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? വൈകിട്ട് 7 മണി. വൈകിട്ടല്ല, രാത്രി. നമ്മുടെ അവിടെ രാത്രിയാണ്, ഇവിടെ പക്ഷേ വൈകിട്ടാണ് കേട്ടോ. ഇവിടെ 7 മണി ആയതേ ഉള്ളൂ. നോക്കി ഇരുട്ടിയിട്ടില്ല ഇതിലായിട്ടും. ഇവിടെ 7-7:30 നേരെ കിട്ടണേ. നമ്മുടെ ഈ കേരള സമ്പർക്ക് ക്രാന്തി ഉണ്ടല്ലോ, ആഴ്ചയിൽ 2 ദിവസം മാത്രം ഓടുന്ന വണ്ടിയാണ്. തിങ്കളും ശനിയാണിത് ട്രിവാൻഡ്രം നോർത്തിൽ നടക്കുന്നത്. പിന്നെ ചണ്ഡീഗഡ് നടക്കുന്നത് ബുധനും വെള്ളിയും. അപ്പോൾ ഈ ആഴ്ചയിൽ 2 ദിവസമാണ് ഈ ഒരു സമ്പർക്ക് ക്രാന്തി ഓടുന്നത്. 2 റേക്ക് വെച്ചിട്ടാണ് ഈ വണ്ടി ഓടുന്നത്. മൺസൂൺ ടൈം ടേബിളിൽ 2 വണ്ടിയും അപ്പ് ആൻഡ് ഡൗൺ 53 മണിക്കൂർ എടുക്കും. പക്ഷേ നോൺ മൺസൂൺ ആണെങ്കിൽ ഒരു 3 മണിക്കൂർ ചെല്ലുവാനും കുറച്ചാൽ മതി. രാത്രി കഴിക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ മേടിച്ച പോലെ സെയിം താലി മേടിച്ചു. കൊള്ളാൻ തോന്നി, ഇന്നലെ മേടിച്ച് നല്ല സാധനമായിരുന്നു. KSK അങ്ങനെ ബിഫോർ ടൈം മേടിച്ച് ഇവിടെ രത്തലം ജംഗ്ഷൻ്റെ ഔട്ടർ വന്ന് കിടക്കുകയാണ്. 8:48 കയറിയാൽ മതി. നമ്മൾ 8:35 ആയപ്പോഴോട് ഔട്ടർ വന്ന് കിടക്കുകയാണ്. അപ്പുറത്തോടെ ഏതോ ഒരു വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഏതോ P5 ഒക്കെ വെച്ചുള്ള വണ്ടിയാണല്ലോ ഇത്. ICF വണ്ടിയാണ് കേട്ടോ. P5 അല്ലോ, വഡോദരയുടെ P5. ഇതൊരു ഇൻ്റർസിറ്റി വണ്ടിയാണ് കേട്ടോ. ഭോപ്പാലിന് ഗുജറാത്തിലെ ദാഹോദ് വരെ പോകുന്ന ഒരു ഇൻ്റർസിറ്റി ട്രെയിനാണ് ഈ പോകുന്നത്. അതാണ് ഈ സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോകുന്നത് P5 ആയിട്ട്. ഈ രത്തലം എന്ന് പറയുന്നത് മധ്യപ്രദേശിലുള്ളൊരു സ്ഥലമാണേ. മധ്യപ്രദേശാണിത്. പക്ഷേ സോൺ വെസ്റ്റേൺ റെയിൽവേയാണ്. വെസ്റ്റേൺ റെയിൽവേയുടെ രത്തലം ഡിവിഷനാണിത് കേട്ടോ. സംസ്ഥാനം പക്ഷേ മധ്യപ്രദേശ്. ഇവിടെ നിന്ന് നമുക്ക് മറ്റേ ചിത്തോർഗഡ് വഴി അജ്മീർ പോകാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് ഇൻഡോർക്ക് പോകാൻ പറ്റും. പിന്നെ നമ്മൾ പോകുന്നത് കോട്ട ഭാഗത്തേക്കാണ്. കോട്ട രാജസ്ഥാനിലാണ്. ഇങ്ങനെ പല ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ലൈൻ പോകുന്നുണ്ട്. പ്ലാറ്റ്ഫോം എല്ലാം ഓക്കുപ്പൈഡ് ആണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ കുറേ ജയ്പൂരിൽ നിന്ന് മറ്റേ മുംബൈക്ക് പോകുന്ന വണ്ടിയും ജയ്പൂർ, പൂനെ, അങ്ങനെ കുറേ ജയ്പൂരിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ സ്ഥലം കാണത്തില്ല, അതുകൊണ്ടായിരിക്കും പിടിച്ചിട്ടേക്കുന്നത്. കുറേ വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടോ, അതാണ് ഈ പ്ലാറ്റ്ഫോം ഫ്രീ ഇല്ലാത്തതുകൊണ്ടാണ് പിടിച്ചിട്ടേക്കുന്നത്.
ഇത് ജയ്പൂരിൽ നിന്ന് ബാന്ദ്രയ്ക്ക് പോകുന്നൊരു വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് ആണ്. അതാണ് ഈ ഇറങ്ങി വരുന്നത് കേട്ടോ. ഓർമ്മയുണ്ടോ ഗൈസ്, നമ്മളൊരു മുംബൈ ബാന്ദ്ര ജയ്പൂർ നോൺ സ്റ്റോപ്പിൽ കയറിയത്? ആ സെയിം റൂട്ടിലോടുന്ന വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ജയ്പൂർ ബാന്ദ്ര വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ്. ഔട്ടറിൽ നിന്ന് നമ്മുടെ KSK എടുത്ത് അങ്ങനെ രത്ലം ജംഗ്ഷൻ ലക്ഷ്യമാക്കി പോവാണ്. ഓൺ ടൈമിൽ നിന്ന് ശകലം ലേറ്റായിട്ടായിരിക്കും നമ്മൾ രത്ലം കയറുന്നത്. ഈ രത്ലത്തിന് ലോക്കോ ഷെഡൊക്കെ ഉണ്ട്. പണ്ട് നമ്മുടെ കൊങ്കൺ വഴി വന്നുകൊണ്ടിരുന്ന വണ്ടികൾ, ഈ KSK ആണെങ്കിലും എല്ലാ വണ്ടികളാണെങ്കിലും ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും രത്ലം ഷെഡിൻ്റെ ഡീസൽ ലോക്കോസ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ആൽക്കോ ലോക്കോസ് ആയിരുന്നു മോസ്റ്റ്ലി എല്ലാം. പല ലിവറിയിലുള്ള പല കളറിലുള്ള ഐറ്റംസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. KSKക്കൊക്കെ സ്ഥിരം വരുമായിരുന്നു. KSKക്കൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്നത് രത്ലത്തിൻ്റെ ആൽക്കോസ് ആയിരുന്നു. രത്ലം മാത്രമല്ല എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ കൊങ്കൺ വഴി വരുന്ന വണ്ടികൾക്കെല്ലാം ഓൾമോസ്റ്റ് കൊങ്കൺ റെയിൽവേ ഇലക്ട്രിഫൈ ആവുന്ന സമയത്തൊക്കെ രത്ലം ആൽക്കോസൊക്കെ ആയിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ രത്ലത്തിൻ്റെ കയ്യിൽ ഗുഡ്സ് ലോക്കോസാണ് കൂടുതലും. P4 ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ഗുഡ്സ് ലോക്കോസാണ്. G7 പിന്നെ WG5 അങ്ങനത്തെ ലോക്കോസൊക്കെയാണ്. വലിയൊരു വളവ് തിരിഞ്ഞാണ് നമ്മൾ ഈ രത്ലം സ്റ്റേഷനിലേക്ക് കയറുന്നത്. വലിയൊരു വളവുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഡൈവേർജ് ചെയ്ത് പല ലൈൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നഗഡ ജംഗ്ഷൻ വഴിയാണ് നമ്മൾ കോട്ടയ്ക്ക് പോകുന്നത് കേട്ടോ. ജയ്പൂർ പൂനെ സൂപ്പർ ഫാസ്റ്റാണ് ഈ കിടക്കുന്നത്. പൂനെയുടെ ഒരു P7 അപ്പോൾ അത് ഇവിടെ നിന്ന് വിട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന് ഇവിടെ ലോക്കോ റിവേഴ്സ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, വഡോദര എത്തിയപ്പോഴും ഇവിടെ എത്തിയപ്പോഴും ഈ ആൾക്കാർ വെൻഡേഴ്സ് ഈ ലാപ്പിനോസിൽ നിന്നും ഡൊമിനോസിൽ നിന്നൊക്കെ അവർ കുറച്ച് ഡിമാൻഡുള്ള പിസയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് സെല്ല് ചെയ്യുകയാണ്. ഡൊമിനോസിന് യൂണിഫോം ഒന്നുമല്ല, അല്ലാത്ത ആൾക്കാർ ഇതേപോലെ ഡിമാൻഡ് ആൾക്കാർ മേടിക്കുന്ന ടൈപ്പ് പിസയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലെ കയറി ഇറങ്ങി വിൽക്കുന്നുണ്ട്. സംഭവം നല്ലൊരു പരിപാടിയാണ്. പക്ഷേ അത് ഡൊമിനോസിൻ്റെ ഇത് വെച്ചിട്ട് വിൽക്കുന്ന ലീഗലാണോ എന്ന് എനിക്കറിയത്തില്ല. സംഭവം തന്നെ കൊള്ളാം. ഞാൻ മേടിച്ചൊന്നുമില്ല. നമ്മളെ അടുത്ത സ്റ്റോപ്പ് രാത്രി 11 കോട്ട ജംഗ്ഷനാണ്. അവിടെ നിന്ന് വിട്ടാൽ പിന്നെ വെളുപ്പിന് 5:30 ഉള്ളൂ സ്റ്റോപ്പ് ഹസരത്ത് നിസാമുദ്ദീൻ. അത്രയും നേരം നോൺ സ്റ്റോപ്പാണ്. അപ്പോൾ അവിടെ നിന്നും ക്രൂ മാറുമായിരിക്കും. അപ്പോൾ ഞാൻ കിടക്കട്ടെ. ഇപ്പോൾ സമയം 9 കഴിഞ്ഞു. നമ്മളങ്ങനെ രത്ലത്തിൽ നിന്ന് വിട്ടിട്ടുണ്ട്. ഇപ്പം മഴയൊന്നുമില്ല, ഇനി മഴ പെയ്യുമെന്ന് തോന്നുന്നില്ല. നെക്സ്റ്റ് ദിവസം രാവിലെ 5:20 നമ്മൾ ബിഫോർ ടൈം നിസാമുദ്ദീൻ എത്താറായിട്ടുണ്ട്. ബിഫോർ ടൈം എന്തോ രാത്രി എന്തോ പോക്കായിരുന്നു പറയും. എന്തോ ദൈവമേ, ഞാൻ നോക്കി ഇടയ്ക്ക് കണ്ണു പറഞ്ഞപ്പോൾ ഏതൊക്കെ വണ്ടി കയറി ഓവർടേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വേറെ ഏതോ വണ്ടിയൊക്കെ ഓവർടേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, രാത്രി ഒരു രക്ഷയില്ല, കിടിലം പോക്കായിരുന്നു. ഫുള്ള് 130 പിന്നെ എങ്ങനെയാ? ഇവിടൊക്കെ കണ്ട 5:30 ആകുമ്പോഴേ നേരം വെളുക്കും. രാത്രി 7:30 ആകുമ്പോഴേ നേരെ ഇരുട്ടത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ രാത്രി ഇല്ല ഇവിടെ. ഈ സമയത്ത് അങ്ങനെയാണല്ലോ. നോക്ക്, നേരം വെളുക്കാറായി. നിസാമുദ്ദീൻ ഔട്ടറിലുണ്ട് ചവിട്ടി. ഇനിയിപ്പോൾ നിസാമുദ്ദീൻ നിന്ന് ഇറങ്ങി വരുന്ന കുറേ വണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ടൊക്കെ വണ്ടി അവിടെ നിന്ന് വിടുന്നുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം ഫ്രീ കാണത്തില്ല. നിസാമുദ്ദീൻ നിന്ന് തിരുപ്പതിക്ക് പോകുന്ന ആന്ധ്രാപ്രദേശ് സമ്പർക്ക ക്രാന്തി ഉണ്ടല്ലോ, അതാണ് ഈ പോകുന്നത്. നമ്മളെ യാത്രയിലെ ഗോവ സമ്പർക്ക ക്രാന്തി കണ്ടു, ഇപ്പോൾ തന്നെ ആന്ധ്രാപ്രദേശ് സമ്പർക്ക ക്രാന്തിയും കണ്ടു. ഷാർപ്പ് ഓൺ ടൈം എന്നൊക്കെ പറഞ്ഞത് 5:33 നമ്മൾ കണ്ട് നിസാമുദ്ദീൻ കയറുക.
നിസാമുദ്ദീനേതും 5:35 പുറപ്പെടാൻ വേണ്ടി ഇരിക്കുന്ന നമ്മുടെ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റാണ് കാണുന്നത്. നമുക്ക് അതിൻ്റെ ലോക്കം ഒരു തുക്ലക്കാബാദിൻ്റെ പീസ് തന്നെയായിരുന്നേ. മംഗള കിടക്കുന്നുണ്ട്. മംഗളയൊക്കെ ഇവിടെ നിന്ന് ഫുള്ളായി കേട്ടോ. മംഗള പുറപ്പെടാൻ ഒരുങ്ങുന്നു. നമ്മൾ കണ്ട് കറക്റ്റ് ടൈമിന് ഇവിടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറി. മംഗള വിട്ട് കേട്ടോ. മംഗള വിടുന്നതിൻ്റെ ശബ്ദം കേട്ടു, ഫോണടിച്ച് കേട്ടു. വേറെ എന്തോരു വണ്ടിയായിരുന്നു ഇവിടെ. പിന്നെ ചെറുപറ വണ്ടി. ഇത് വണ്ടി. ഇത് രാജധാനിയോ? ആ നിസാമുദ്ദീൻ ട്രിവാൻഡ്രം രാജധാനിയുടെ MT റേക്ക്. രാജധാനി ഇന്നും ഇവിടെ നിന്ന് രാവിലെ വിടുന്നുണ്ട്. എൻ്റെ MT റേക്കാണ് വരുന്നത് കണ്ട. എല്ലാം നമ്മുടെ നാട്ടിലേക്കുള്ള വണ്ടികളാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. മംഗള കണ്ടു. രാജധാനി ഇവിടുന്ന് 6:15 കേട്ടോ. അപ്പോൾ രാജധാനി കണ്ടു. കൊള്ളാം, നൈസ്. രാജധാനിയുടെ ലോക്കോ എപ്പോഴും ഒരു ചെളി പിടിച്ച ലോക്കോ ആയിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ നേരത്തെ വഡോദര വെച്ച് കണ്ട ലോക്കോയും ഒരു ചെളി പിടിച്ച ഐറ്റമായിരുന്നു. നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു അടിപൊളിയൊരു കാഴ്ച കാണിച്ചു തരാം. നമ്മുടെ അവിടെയൊക്കെ വിഷു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇവിടെ ഉണ്ട് കണിക്കൊന്ന പൂത്തിരിക്കുന്നത്. നിസാമുദ്ദീൻ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു കണിക്കൊന്നോടെ ഒരു വലിയൊരു മരമുണ്ട്. അപ്പോൾ പൂത്തിരിക്കുന്നുണ്ടോ, നിറച്ച് കണിക്കൊന്നുണ്ടല്ലോ. നോക്കി, എൻ്റെ ദൈവമേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എല്ലാം കണിക്കൊന്നുണ്ട്. വണ്ടി എടുക്കാൻ പോകാം. ഹോൺ അടിച്ചു എടുത്തില്ല. വണ്ടി എടുക്കാൻ പോവാണ്. നോക്കുക, കൊള്ളാമല്ലേ? അയ്യോ, നിസാമുദ്ദീൻ സ്റ്റേഷൻ. ഇത് ഏത് പ്ലാറ്റ്ഫോമാണ്? പ്ലാറ്റ്ഫോം ഏതാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. എഴുതി വെച്ചിട്ടില്ല പ്ലാറ്റ്ഫോം ഏതാണെന്ന്. ഇതിന് കൊള്ളാം കേട്ടോ. പക്ക ഓൺ ടൈമാണ് കേട്ടോ. എത്ര ട്രാഫിക് ഉള്ള സ്ഥലമാണെങ്കിലും ഇവിടെ ഡൽഹിയിൽ അത്യാവശ്യം ഓൺ ടൈം വരുന്ന വണ്ടികളൊക്കെ ഓൺ ടൈം തന്നെ വിടത്തുള്ളൂ. അങ്ങനെ ലേറ്റ് ആവാറൊന്നുമില്ല. ഇനിയിപ്പോൾ ന്യൂഡൽഹിയിൽ സ്റ്റോപ്പുണ്ട് അടുത്തത്. ഇപ്പോൾ ന്യൂഡൽഹി എത്തുന്ന സമയം 6:10. ഇപ്പം 5:40 ആയതേ ഉള്ളൂ. ചിലപ്പോൾ അതിന് മുന്നേ എത്തും, അല്ലെങ്കിൽ പിടിച്ചിട്ട് ചിലപ്പോൾ 6:10 എത്തത്തുള്ളൂ. എന്നിട്ട് 15 മിനിറ്റ് സ്റ്റോപ്പുണ്ട് ന്യൂഡൽഹിയിൽ. 6:25 വണ്ടി എടുക്കത്തുള്ളൂ. നമ്മുടെ ട്രിവാൻഡ്രം രാജധാനി നമ്മുടെ അവിടെ കിടക്കുന്നു. ആ കിടക്കുന്നത് മഡ്ഗാവ് രാജധാനിയുടെ റേക്കാണ്. അതായത് നമ്മുടെ ഗോവ രാജധാനി. ഇപ്പോൾ ഈ ഗോവ രാജധാനിയിൽ നമ്മൾ നെക്സ്റ്റ് മന്ത് യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ, ഡൽഹി ടു ഗോവ. അതാണ് ഗോവ രാജധാനിയുടെ റേക്ക് കേട്ടോ. എനിക്കൊന്നും ഇന്ന് ഓടുന്നില്ലെന്ന് തോന്നുന്നു. അവിടെ കിടക്കാണ് റേക്ക്. അതായത് ആ പോകുന്ന വണ്ടിയുടെ റേക്ക് ഉണ്ട്. അത് ഉത്തർപ്രദേശ് സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഇഷ്ടംപോലെ സമ്പർക്ക് ക്രാന്തി ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഉത്തർപ്രദേശിലെ മണിപ്പൂർ പോകുന്ന ഒരു വണ്ടിയാണ് അത്, ഉത്തർപ്രദേശ് സമ്പർക്ക് ക്രാന്തി. ഇനി ചണ്ഡീഗഡ് വരെ ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ. ഒരെണ്ണം ന്യൂഡൽഹി, ഒരെണ്ണം അംബാലക്കാണ്ട്. അപ്പോൾ ഈ ന്യൂഡൽഹിയിൽ നിന്ന് ഏകദേശം ഒരു 6:30 എടുക്കും. അംബാല കണ്ടോൺമെൻറ്റ് എത്തുന്ന 9 മണിക്കാണ്. 9:50 ചണ്ഡീഗഡിലെ ടൈം. അപ്പോൾ ആകെ ഇനി 2 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ലൊരു അടിപൊളി ഫ്ലാറ്റ്, പുതിയ ഫ്ലാറ്റാണ്. റെയിൽവേ സ്റ്റേഷൻ വ്യൂ ഫ്ലാറ്റാണ് കേട്ടോ. എല്ലാവരേക്ക് കൊള്ളാം അല്ലേ? ട്രെയിൻ കണ്ടോണ്ട് എപ്പോഴും ഇരിക്കുക അവിടെ. ബാൽക്കണി എല്ലാ റെയിൽവേ സ്റ്റേഷൻ വ്യൂ ഉണ്ടോ. നൈസ്. നല്ല കെട്ടിടം കേട്ടോ. ഈടെ എങ്ങാണ്ട് പണിതാന്ന് തോന്നുന്നു. നല്ല കെട്ടിടം. നമ്മളവിടെ തിലക് ബ്രിഡ്ജിൽ ലൂപ്പ് ട്രാക്കിലൊക്കെ കയറ്റി ഇടുകയാണ്. ഓറഞ്ചാണ് സിഗ്നൽ. എനിക്കൊന്ന് പയ്യെ എടുത്തുകൊണ്ട് പോകുമെന്ന് തോന്നുന്നു. അത് ഫ്ലാറ്റൊന്നുമല്ല. ഞാൻ വെറുതെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാണ്. അഭിനന്ദൻ റെയിൽവേ ഓഫീസേഴ്സ് റെസ്റ്റ് ഹൗസ്, നോർത്തേൺ റെയിൽവേ ഓഫീസേഴ്സിൻ്റെ റെസ്റ്റ് ഹൗസാണ് കാണുന്നത്. എൻ്റെ ദൈവമേ, ഫ്ലാറ്റിനെക്കാട്ടും കിട്ടില്ല സാധനം. അങ്ങനെയാണ് മാപ്പിൽ കണ്ടത്. അഭിനന്ദൻ ഞാനവിടെ കണ്ടായിരുന്നു. അവിടെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ കരുതി ഫ്ലാറ്റിൻ്റെ പേരായിരിക്കുന്നത്. പക്ഷെ റെയിൽവേ ഓഫീസേഴ്സിൻ്റെ റെസ്റ്റ് ഹൗസാണ്. സമ്മതിക്കണം, കിട്ടില്ല സാധനം കേട്ടോ. ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയത്. അപ്പോഴേക്കും എന്താണ് അവിടെ ഭോപ്പാൽ ശതാബ്ദി ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് പോവാണ്. അതിൻ്റെ തൊട്ട് പാരലായിട്ട് അപ്പുറത്ത് വന്ദേ ഭാരതം ഉണ്ട്. കാണിച്ചു തരാം. ആ പോയത് വാരണാസിക്ക് പോകുന്ന വന്ദേ ഭാരതാണ്. അപ്പുറ സൈഡിൽ കൂടെ പോയത്. നമ്മൾ കണ്ടത് ഭോപ്പാൽ റാണി കമലാപതി ശതാബ്ദി. അങ്ങനെ നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 3 മിനിറ്റ് ബിഫോർ ടൈം വേണ്ട നമ്മുടെ ന്യൂഡൽഹി സ്റ്റേഷനിൽ കയറുകയാണ്. ഈ പ്ലാറ്റ്ഫോം അടിപൊളിയാണല്ലോ. ഇത് ഏത് പ്ലാറ്റ്ഫോമാണ്? ഏറ്റവും ലെഫ്റ്റിലുള്ള പ്ലാറ്റ്ഫോമിലാണ് അത് കയറുന്നത്. ന്യൂഡൽഹി. നമ്മൾ ന്യൂഡൽഹി പ്ലാറ്റ്ഫോം നമ്പർ 1 കയറുന്നത് കേട്ടോ. പ്ലാറ്റ്ഫോം 1. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിൽ വരുമ്പോൾ പ്ലാറ്റ്ഫോം 1 കയറ്റുന്നത്. ന്യൂഡൽഹി പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തി വന്ന് കയറുകയാണ്. നല്ല നീറ്റ്, നല്ല അടിപൊളി പ്ലാറ്റ്ഫോം അല്ലേ? നല്ല വൃത്തിയുണ്ട് പ്ലാറ്റ്ഫോമിന്. അപ്പോൾ കോട്ടയിൽ നിന്ന് കയറിയ ക്രൂ ആണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഓടിക്കുന്നത്. അവരിവിടെ ഇറങ്ങും. ഇനി ഇവിടെ നിന്ന് കയറുന്ന ക്രൂ ചണ്ഡീഗഡ് വരെ ആയിരിക്കും ഓടിക്കുന്നത്.
ഞാനിവിടെ ജനറലിൽ അങ്ങോട്ടേക്ക് വെറുതെ വന്നതാണ്. അപ്പോൾ ജനറലിൽ ഇറങ്ങി വരുന്ന ആൾക്കാരെ ഇവിടെ ടിക്കറ്റ് ചെക്കിൻ സ്ക്വാഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ടിക്കറ്റ് നോക്കിയിട്ടാണ് വിടുന്നത്. അതിൽ ഭൂരിഭാഗം എണ്ണത്തിന് ടിക്കറ്റ് ഇല്ല, മാറ്റിയെടുത്തിട്ടില്ല എല്ലാത്തിനെയും. സ്വാഭാവികം. നമ്മുടെ KSKനെ ട്രിവാൻഡ്രം നോർത്ത് നിന്നും നയിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ ലോക്കമാണ് ഈ കാണുന്നത്. ലാലാഗുഡയുടെ P730430. അപ്പോൾ ഡൽഹിയിൽ നിന്നും പുതിയ ക്രൂ കയറി അവരുടെ പെട്ടിയൊക്കെ തന്നെ എടുത്ത് വെക്കുക കേട്ടോ. ഡൽഹി ട്രിപ്പ് ഷെഡാണ് ഈ കാണുന്നത്, ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. അവിടെ ഒരു എയറോഡൈനാമിക് സ്റ്റൈലിൽ ലോക്കോ നടക്കുന്നുണ്ടോ. അത് തേജസ് ലിവറിയിലുള്ളൊരു WP5 ആണ്. എയറോഡൈനാമിക് സ്റ്റൈലുണ്ടാക്കിയ ഒരു സാധനം കേട്ടോ. എൻ്റെ ഫ്രണ്ട് നല്ല രസമാണ്, പക്ഷേ നമുക്കിപ്പോൾ സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. നമ്മളങ്ങനെ ന്യൂഡൽഹിയിൽ നിന്ന് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മൾ പുറപ്പെട്ടത്. 6:30 കറക്റ്റ് 6:30 വിട്ടു. മഴക്കാറുണ്ട്, നല്ല മഴക്കാറുണ്ട് പുറത്ത് കേട്ടോ. അപ്പോൾ ഈ അടുത്ത സ്റ്റോപ്പ് അംബാല കണ്ടോൺമെൻറ്റ് ജംഗ്ഷനാണ്. അത് 9:05 എത്തുന്നത്. അപ്പോൾ അതുവരെ വേണ്ടി നോൺ സ്റ്റോപ്പ് ആയിരിക്കും. ഞാൻ ഇനി അകത്ത് പോയി കാരണം ഇവിടെ നിന്ന് ഇനി കുറച്ച് ഭാഗം അത്ര സേഫ് അല്ല, അതുകൊണ്ട് അകത്ത് കഴിക്കട്ടെ. ഡൽഹിയിൽ നിന്ന് വിട്ടതും വീട്ടിയുണ്ട് കണക്കിനാണ് നമ്മുടെ KSK ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ വണ്ടിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് ആലു പറാട്ട കിട്ടിയിട്ട് ആലു പറാട്ട കാണിച്ചു തരാം. ആലു പറാട്ടയ്ക്ക് സോസും അച്ചാറൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടുകൊള്ളാൻ തോന്നുന്നു. പിന്നെ തൈരുമുണ്ടേ, വലിയൊരു പാക്കറ്റ് തൈരുമുണ്ട്. 80 രൂപയാണ് ഇതിനായത്, രണ്ടിനും കൂടി. കഴിച്ചോ കേട്ടോ എങ്ങാണ്ടെന്നേ. കൊള്ളാം കേട്ടോ, നല്ല. കണ്ടോ 3 തവണ ഓടിക്കുന്ന കണ്ടോ. 100+ ഓടിക്കൊണ്ടിരുന്ന ഐറ്റം ഒറ്റ ചവിട്ട്. ഏതോ ഇവിടെ ഇറങ്ങാനുള്ള ഏതോ ഒരുത്തൻ ചെയിൻ വലിച്ചതാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ പാണിപ്പട്ടി ജംഗ്ഷൻ നല്ല അടിപൊളിയായിട്ട് സ്കിപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആരാണ്ട് അടുത്തും ചെയിൻ വലിക്കുമ്പോഴാണ് നമ്മുടെ ലോക്കോ പൈലറ്റ് 3 തവണ ഹോൺ അടിക്കുന്നത് കേട്ടോ. എന്തോ പരിപാടിയാണ് നോക്കണേ. ഇവിടൊക്കെ പിന്നെ ഇത് സ്ഥിരമാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ സ്റ്റേഷൻ അവിടെ ആകുമ്പോൾ കറക്റ്റ്, അല്ലെങ്കിൽ അവരുടെ വീടിന് അവിടെ ആകുമ്പോൾ കറക്റ്റ് അവർ മുൻകൂട്ടി ചെയിൻ വിളിക്കും. സ്ഥിരം പരിപാടിയാണ്. ഹോണൊക്കെ അടിച്ചുകൊണ്ട് റെഡി എടുക്കാൻ പോകും. ഒരു 5 മിനിറ്റ് അടുപ്പിച്ചിട്ട് വണ്ടി ഇവിടെ ചെയിൻ വിളിച്ചപ്പോഴേക്കും അനൗൺസ്മെന്റ് ഒക്കെ ചെയ്ത സ്റ്റേഷനിൽ ഓൺ ഡ്യൂട്ടി RPF സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് ചെയ്തു. എന്തായാലും ഈ ഭാഗത്ത് മഴയുള്ളതുകൊണ്ട് യാത്ര ചെയ്തൊരു സുഖമുണ്ട് കേട്ടോ. വലിയ തണുപ്പും ഇല്ല, എന്നാൽ വലിയ ചൂടും ഇല്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. നിങ്ങൾ ആ ചെയിൻ വലിച്ചതിൻ്റെ ആക്യുറേസി കേട്ടോ. അവനറിയാം എവിടെ വലിച്ചാലാണ് വണ്ടി നിൽക്കുന്നത്. സ്റ്റേഷനിൽ ഇറങ്ങണമെങ്കിൽ എവിടെ വലിച്ചാൽ വണ്ടി നിൽക്കുന്നത് കറക്റ്റ് അറിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ചെയിൻ വലിച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഓരോ ഇത്. ഭയങ്കര കാൽക്കുലേഷനാണ് കേട്ടോ ചെയിൻ വലിക്കാനൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക്. അവർക്കറിയാം വീടെത്താനാകുമ്പോൾ എത്ര കിലോമീറ്റർ മുമ്പ് എത്ര നേരം മുമ്പ് വലിക്കണം, വലിച്ച വണ്ടി എവിടെ നിൽക്കുന്നത് കറക്റ്റ് അറിയാം. KSK ആക്ച്വലി കുറെ വണ്ടിയൊക്കെ ഓവർടേക്ക് അടിച്ചായിരുന്നു. ശരിക്കും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, എല്ലാം അകത്തായിരുന്നു. ഇപ്പൊ ഞാനൊരു വണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. ഒരു വണ്ടി ഫ്രണ്ടിലുണ്ട്, ഒരു ഏകത എക്സ്പ്രസ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. അപ്പൊ അതിനെ മിക്കവാറും അടുത്ത സ്റ്റേഷനിൽ എവിടെയെങ്കിലും വെച്ച് തൂക്കുമായിരിക്കും. അപ്പൊ എന്തായാലും നോക്കാം, ഷൂട്ട് ചെയ്യാൻ പറ്റും നോക്കാം.
രണ്ടാമത്തെ ചേമലി കുരുക്ഷേത്ര ജംഗ്ഷൻ ആയപ്പോഴാണ് ചേം വലിച്ച് കണ്ടോ 3 കോൺ അടിക്കുന്ന കണ്ടോ വാട്ട് നോക്കി എന്തോ വട്ടന്മാരൊക്കെയാണോ എന്തോ ചേം വലിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ജനറലി ഇത് ഒരു ഫാമിലി അടക്കം ഇറങ്ങി വരുന്നുണ്ട്. അവരെ പിടിക്കാൻ വേണ്ടി എന്തോ ഒരു RPF സാർ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒന്നും അറിയാത്തവരെ വരുന്ന കണ്ടില്ലേ. ഇവരിന്നെയാ ചേം വിളിച്ച് അല്ലാണ്ട് ആരും നോക്കുക. അതെ പൊക്കോളം പറഞ്ഞ് തൂക്കി എല്ലാത്തിനെയും തൂക്കിയെടുത്ത് ആത്തിടുപ്പിക്കുക നോക്കുക. എന്തോ സോക്കേടൊക്കെ നോക്കുക ഒരുത്തന്മാർക്ക്. ചേം വിളിച്ചിട്ട് ചിരിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടോ. നല്ല ബെസ്റ്റ് ആൾക്കാർ നോക്ക്. അവരെല്ലാത്തിനെയും അവർ തൂക്കി RPF തൂക്കി. ഇനി അവരുടെ കാര്യം നോക്കിക്കോളൂ. എൻ്റെ ദൈവമേ എന്തൊക്കെയാണോ ചേം വിളിച്ചിട്ട് ഇറങ്ങിപ്പോയാൽ നോക്ക്. എന്തോ തോന്നുന്ന പോലെ നിർത്തിയത് എന്തോ പ്രൈവറ്റ് ബസ്സോ എന്തൊക്കെ സ്വഭാവമാണ് നോക്കിയോ ഓരോ ആൾക്കാരുടെ. കോമഡി എന്ന് വെച്ചാൽ ഇജാതി കോമഡി. ഇവർക്കൊക്കെ തലയ്ക്ക് ബോധമില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് ഇത് പിടിച്ചു നിർത്താൻ എന്തോ ബസ് വല്ലാണോ. അതും ചെയിൻ വലിക്കുന്നതിൻ്റെ ടൈമിങ് കറക്റ്റ് ടൈമിങ്ങാ. കറക്റ്റ് സ്റ്റേഷൻ ആവുമ്പോൾ എവിടെ നിർത്തുമെന്ന് അറിയാം. അതനുസരിച്ച് ചെയിൻ വലിക്കുകയും ചെയ്യും, അവിടെ വണ്ടി നിൽക്കുകയും ചെയ്യും. ഭയങ്കരം തന്നെ. അങ്ങനെ നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തി അടിച്ച് മിന്നിച്ച് കണ്ട് നമ്മൾ അംബാല കണ്ടോൺമെൻറ്റ് ജംഗ്ഷനിൽ എത്തുവാണ്. ഇത് നോർത്തേൺ റെയിൽവേ ആണ്. നോർത്തേൺ റെയിൽവേയുടെ അംബാല ഡിവിഷനാണ്. ചണ്ഡീഗഡൊക്കെ വരുന്നത് അംബാല ഡിവിഷനിലാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയാൽ മതി ചണ്ഡീഗഡ്. അപ്പോൾ നമ്മൾ അംബാല കണ്ടോൺമെൻറ്റ് ജംഗ്ഷനിലേക്ക് കണ്ട് കയറുവാണ്. ലോക്കോടെ സൈഡൊക്കെ ഫുള്ള് പൊടിയാണ് കേട്ടോ. ഫുള്ള് നാശമായി ലോക്കോ. 9:05 സമയം. നമ്മൾ 8:58 ആയപ്പോൾ തന്നെ സ്റ്റേഷനിൽ കയറാൻ പോവാം. ഈ അംബാല സ്ഥിതി ചെയ്യുന്നത് ഹരിയാന സംസ്ഥാനത്തിലാണ്. പക്ഷേ ചണ്ഡീഗഡ് എനിക്കറിയാമല്ലോ. ചണ്ഡീഗഡ് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ്. അതുമല്ല ചണ്ഡീഗഡ് ഒരു യൂണിയൻ ടെറിട്ടറി കൂടാണ്. അതാണ് ഈ ചണ്ഡീഗഡിൻ്റെ പ്രത്യേകത. എൻ്റെ ചേട്ടൻ ചായ കൊണ്ട് കയറുന്നുണ്ടോ സമ്മതിക്കണം. ചേട്ടൻ്റെയൊക്കെ കഴിവ് ഓടിക്കയറാനുള്ള കഴിവേ. അംബാലയപ്പോൾ കുറേ പേര് ഇറങ്ങി കേട്ടോ. പക്ഷെ എൻ്റെ കോച്ചിലൊക്കെ ഉള്ളവരെല്ലാം കുറേ പേര് ചണ്ഡീഗഡിലേക്കാണ്. അപ്പോൾ ഇനി ശാലം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചണ്ഡീഗഡ് എത്തും. ഈ വന്ന് കയറുന്ന വണ്ടിയെ ഇത് ലക്നൗ എന്ന് വരുന്ന വണ്ടിയാണ്. ലക്നൗ ചണ്ഡീഗഡ് സൂപ്പർ ഫാസ്റ്റ് ആണ്. ഇത് നമ്മുടെ പുറകിലാണ് ഈ വണ്ടി വരുന്നത്. നമ്മൾ 9:10 വിടും, ഇത് 9:15 വിടും ഈ വണ്ടി. ചണ്ഡീഗഡിൽ നിന്ന് കറക്റ്റ് 9:10 നമ്മുടെ KSK എടുത്തു. ഓൺ ടൈം ആട്ടോ എല്ലായിടത്തും. നല്ല വണ്ടി, എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി. അപ്പോൾ നമ്മുടെ KSK ഓൺ ടൈം ചണ്ഡീഗഡ് കയറുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മളങ്ങനെ ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. നമ്മൾ അംബാലയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് ചണ്ഡീഗഡ് റൂട്ടിലേക്ക് കയറുന്നത്. ഇവിടെ നേരെ പോയാൽ നമുക്ക് ലുധിയാനയൊക്കെ പോകാം. നമ്മളൊന്ന് പോയാലേ ലുധിയാന. അപ്പോൾ ലുധിയാനയൊക്കെ പോകണമെങ്കിൽ ഇവിടെ നിന്ന് നേരെ പോയാൽ മതി. നമ്മൾ റൈറ്റ് എടുക്കും. ഫൈനലി നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്സിൽ നമ്മൾ കയറിയത് തിങ്കളാഴ്ച വെളുപ്പിന് 4:50 തിങ്കൾ ചൊവ്വ ബുധൻ ഇപ്പോൾ രാവിലെ 9:50 ആവാറായപ്പോൾ നമ്മൾ എത്തുകയാണ്. 3089 കിലോമീറ്റർ സഞ്ചരിച്ച് 53 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മളങ്ങനെ ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റണ്ണിങ് സമ്പർക്ക് ക്രാന്തി അങ്ങനെ ഫുൾ എൻഡ് ടു എൻഡ് കവർ ചെയ്ത് നമ്മളങ്ങനെ ചണ്ഡീഗഡ് എത്തുകയാണ്. സാധാരണ വണ്ടികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ സ്ലാക്ക് ടൈം കൊടുക്കും. പക്ഷേ KSKക്ക് ചണ്ഡീഗഡ് സ്ലാക്ക് ടൈം ഇല്ല. കറക്റ്റ് ഓൺ ടൈമാണ്. നമ്മളവിടെ നിന്ന് വിട്ട് ഒരു 4 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 9:50 ആവാറായി, 9:46 എത്തുന്നേ ഉള്ളൂ. സാധാരണ സ്ലാക്ക് ടൈം അത്യാവശ്യം ഇടും. ഇത് പക്ഷേ ഇത് ചണ്ഡീഗഡ് സ്ലാക്ക് ടൈം ഇട്ടിട്ടില്ല, കറക്റ്റ് ടൈമാണ്. അപ്പോൾ ഡയറക്റ്റ് റിസീവ് ചെയ്യുക കേട്ടോ നമ്മുടെ KSK. എങ്ങനെ പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് ചണ്ഡീഗഡിലെ കോച്ചിൻ്റെ ഇപ്പോൾ കേട്ടോ. പിറ്റ് ലൈനൊക്കെ കണ്ടോ. നമ്മുടെ KSK ഒക്കെ മെയിൻ്റനൻസ് ചെയ്യുന്ന ഇവിടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചണ്ഡീഗഡ് കോച്ചിൻ്റെ ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ചണ്ഡീഗഡ് ജംഗ്ഷൻ.
നമ്മൾ ഒന്ന് രണ്ട് തവണ ഇതിൽ പോയിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ടുണ്ട് ചേട്ടൻ്റെ കൂടെ. അല്ലാണ്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചണ്ഡീഗഡ് ജംഗ്ഷനിലെത്തി. ഇപ്പോൾ സമയം 9:53 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് നല്ല വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഓട്ടം, നല്ല പഞ്ച്വാലിറ്റി. ആ കൊങ്കൻ തേച്ച് വിട്ടിട്ട് ഓൺ ടൈം എത്തി. അത് മൺസൂൺ ടൈം ടേബിൾ കാരണമാണ്. നല്ല ഫുഡാണ്. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഫുഡാണ്. അത്യാവശ്യം വൃത്തിയുണ്ട്. കിടിലൻ വണ്ടി. ഇത് കൊള്ളാല്ലേ സംഭവം ഇത്. ഇത് പമ്പം പണി നടക്കുവാണ് കേട്ടോ. ഉള്ള ബോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ, ഓർമ്മിച്ചൊക്കെ അടിപൊളിയല്ലേ. എത്തി അങ്ങനെ വണ്ടി തന്നെ ചവിട്ടുകയാണ്. നമ്മൾ അങ്ങനെ ചണ്ഡീഗഡ് എത്തി. അങ്ങനെ നമ്മൾ ഫൈനലി ചണ്ഡീഗഡ് എത്തിയിരിക്കുകയാണ്. അയ്യോ, അടിപൊളി യാത്രയായിരുന്നു. ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ലായിരുന്നു. ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു. ഓൺ ടൈം ആയിരുന്നു. എങ്ങും വലിയ ഡിലേ ഒന്നുമില്ല. നല്ല വണ്ടി. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സമ്പർക്ക് ക്രാന്തി അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഇനി റൂമിൽ പോകണം, ഈ വീഡിയോ എൻഡ് ചെയ്യണം. ഇത്രയുള്ള പരിപാടി. സ്റ്റേഷന് പുറത്തു പോവാം. ആദ്യം ചണ്ഡീഗഡ് ജംഗ്ഷൻ ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. മോളത്ത് എനിക്കൊന്ന് പഞ്ചാബി തോന്നുന്നു കേട്ടോ. പഞ്ചാബി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വന്നു. ഇതിനി മറ്റന്നാളാണ് തിരിച്ചു പോകുന്നത്. നമ്മൾ വന്നത് ബുധനാഴ്ച, ഇനി ഇത് വെള്ളിയാഴ്ച തിരിച്ചിനി ട്രിവാൻഡ്രത്തേക്ക് പോകും. ഈ സെയിം ബ്രേക്ക്. ഈ 3089 കിലോമീറ്റർ ഒരു പ്രശ്നമില്ലാതെ നല്ല പുഷ്പം പോലെ നമ്മളിവിടെ എത്തിച്ച ലാലാക്കുട്ടയുടെ പീസ എന്നുണ്ട് ഇവിടെ കിടപ്പുണ്ട്. അതിന് ഊരി 7 വണ്ടിക്ക് തിരിച്ചു പോയി എവിടെയെങ്കിലുമൊക്കെ. ഇത് നല്ല കിടില സ്റ്റേഷനാണോ നോക്ക്. റീഡെവലപ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒക്കെ പണിയൊക്കെ കഴിഞ്ഞ് നോക്ക്. നല്ല വൃത്തിയുണ്ട്. അടിപൊളിയല്ലേ, നല്ല വൃത്തി നോക്ക്. നല്ല വൃത്തിയും വെൽ സെറ്റപ്പ് ആട്ടോ. ഇരിക്കാൻ സ്ഥലമുണ്ട്. സാധാരണ ഇരിക്കാൻ സ്ഥലമൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഇരിക്കാൻ സ്ഥലമുണ്ട് ഗൈസ്. ഇതൊരു എയർപോർട്ട് പോലത്തെ സ്റ്റേഷനാണ്. ഇത് നോക്ക്, നല്ല അടിപൊളി സ്റ്റേഷൻ നോക്കി. ഇത് ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ചുകൂടെ പണി മാത്രമേ ഉള്ളൂ. ആ ഓർബിറ്റിന്റെ പണി മാത്രമേ ഉള്ളൂ. നല്ല കിടില സ്റ്റേഷൻ കേട്ടോ. നല്ല അടിപൊളി സ്റ്റേഷൻ കേട്ടോ അല്ലേ. നല്ല മെയിൻറ്റെയിൻഡ് ആണ് ഇപ്പൊ തന്നെ. അതിനി പണിത് കഴിഞ്ഞ് ഇനി ആൾക്കാരൊക്കെ ഫുള്ള് ഇനി എന്താക്കുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും സംഭവം കൊള്ളാം. നല്ല സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വന്നിരിക്കുകയാണ്. ഇതൊരു എയർബിഎൻബി ആണ്, ഒരു ഹോം സ്റ്റേ ആണേ. ഇത് പഞ്ച്കുല എന്ന സ്ഥലത്താണ്, ചണ്ഡീഗഡ്. നല്ല കിടിലൻ ഹോം സ്റ്റേ കേട്ടോ. ഇതാണ് എൻ്റെ മുറി കേട്ടോ. ഇവിടെ അകത്തിരുന്നാൽ പുറത്തെല്ലാം കാണാൻ പറ്റും. ഒരു വലിയ ബാൽക്കണി ഉണ്ട്. റൂം കാണിച്ചു തരാം കേട്ടോ. നൈസ് റൂമാണ്. 2100 രൂപയാണ് ഫുള്ള് ഇതിനായതേ. നല്ല മുറിയാണ്. നല്ല വലിയ ബാൽക്കണി, നല്ല വലിയ കട്ടിൽ, പിന്നെ കുളിക്കാനായിട്ട് നല്ല വലിയ ഓപ്പൺ ബാത്റൂം. വലിയ ബാത്റൂം. അങ്ങനെ അടിപൊളി മുറി കിട്ടി. അപ്പോൾ നമ്മുടെ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്സിൻ്റെ 3 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. അപ്പോൾ നമ്മളിനി അടുത്ത് പോകാൻ പോകുന്നത് ബാക്ക്ഡ നങ്കൽ ഡാം റെയിൽവേയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇന്ത്യയിൽ ഫ്രീ ആയിട്ട് ഓടുന്ന ഒരു ട്രെയിൻ സർവീസ് അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഇന്ത്യൻ റെയിൽവേയുടെ അല്ല, അത് പ്രൈവറ്റ് സംഭവമാണ്. തടി വെച്ചുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. ഒരു വെറൈറ്റി സംഭവമാണ്. നമ്മൾ ഇതിനായിട്ടും എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമാണ്. കാണിച്ചു തരാം. അപ്പോൾ അതാണ് അടുത്ത ദിവസം കാണാൻ പോകുന്നത്. ഇവിടുന്ന് നങ്കൽ എന്ന സ്ഥലം പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് യാത്രയുണ്ട്. അതിൻ്റെ ഒന്നും എടുക്കുന്നില്ല, ആ ചെറിയ യാത്രയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആ സംഭവം ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയാം. നെക്സ്റ്റ് ദിവസം ബാക്ക്ഡ നങ്കൽ ഡാം റെയിൽവേയുടെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.